ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയററ്റയർ. ഇന്നും ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ബേബി നൈലോൺ ബാൻഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ചെയ്യുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ്സ് ആണ് നൈലോൺ ബാൻഡ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മുടെ ന്യൂ ബോൺ ബേബിക്ക് വെച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവരുടെ മുടിക്കോ സ്കിന്നിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. റേറ്റ് കുറച്ചുണ്ട്, എങ്കിലും വളരെ നല്ല പ്രോഡക്റ്റാണ്. ബേബി ന്യൂബോൺ ബേബീസിന് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിലൊന്നാണ് ഈ ഒരു നൈലോൺ ബാൻഡ്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിലൊന്നാണ് ഈ നൈലോൺ ബാൻഡ്. പിന്നീട് നമുക്ക് വേണ്ടത് ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു കുഞ്ഞ് പീസാണ്, ചെറിയൊരു പീസ്. പിന്നെ നമുക്കിത് പോലത്തെ കാർഡ്ബോർഡിൻ്റെ MDF കട്ടിങ്സ് വേണം. ഇത് പല ഷേപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ, മറക്കാതെ ഫുള്ളും കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു ഗോൾഡിൻ്റെ നെറ്റ് പീസ് എടുത്തു, അതേപോലെ റൈസ് ബീഡ്സ് എടുത്തു. ഇനി നമ്മൾ ഓർഗൻസയുടെ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഈ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് എക്യുപ്മെൻറ്റ്സിനെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയാൻ പറ്റും. ഇതേപോലെ യൂസ് ചെയ്യുന്നവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് സോൾഡറിങ് അയൺ എന്ന് പറയും. അതായത് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ പല പല യൂസുകളുണ്ട്. നമ്മുടെ മേഖലയിൽ ഇത് യൂസ് ചെയ്യുന്നത് ഇതേപോലെ കട്ടിങ്സ് വെച്ചിട്ട് അതേ ഷേപ്പിൽ ആ ഒരു ഫാബ്രിക്കിനെ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കട്ട് ചെയ്തെടുത്തിട്ട് മെഴുകുതിരി വെച്ചിട്ട് അതിൻ്റെ എഡ്ജ് ഉരുക്കും, അല്ലെങ്കിൽ അതിൻ്റെ നൂലുകളൊക്കെ അഴിഞ്ഞു പോകും. അപ്പോൾ അതിന് പകരം നമുക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. കാരണം ഈ ഒരു ബട്ടർഫ്ലൈയുടെയൊക്കെ തന്നെ ആണെങ്കിൽ ആ സെൻറ്ററിൽ ചെറിയ കർവുകൾ പോലും ഇപ്പോൾ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് മെഴുകുതിരി വെച്ച് ഉരുക്കുവാണെങ്കിൽ അതേപോലെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇയറിങ് കുറഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതേപോലത്തെ ഈ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ഒരു ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പേന വെച്ച് വരയ്ക്കുന്നത് പോലെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? നമ്മുടെ ഹെയർ ബാൻഡിൽ മാത്രമല്ല, കൊച്ചുകുട്ടികളുടെ ഫ്രോക്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു പീസെങ്കിലും ഇത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഒരാൾ അയച്ചു തന്നതാണ്. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ മറക്കരുത്. ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയിലെ വലിയ ബട്ടർഫ്ലൈ വെച്ചിട്ട് ഓർഗൻസയിൽ വെച്ച് 2 ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ആ നടുക്ക് വരുന്ന ബട്ടർഫ്ലൈയുടെ സൈസിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിലെ ഏറ്റവും ചെറുതെടുത്തിട്ട് ഇതേപോലത്തെ ഒരു നെറ്റ് ഷീറ്റിൻ്റെ, ഇത് ഫാബ്രിക് അല്ല കേട്ടോ, ഇത് ഗോൾഡൻ കളറിലെ നെറ്റിൻ്റെ ഷീറ്റാണ്. ഇതിൽ വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഷേപ്പിലെ കർവുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിങ്സൊക്കെ നമ്മളും സെയിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ സോൾഡറിങ് ആണും പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യുക. അത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇതൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. കൂടാതെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ പ്രോഡക്റ്റൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതിലും കയറി കാണാൻ മറക്കരുത്. കുഞ്ഞു ബട്ടർഫ്ലൈ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഗോൾഡ് നെറ്റ് ഷീറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഗൻസയുടെ ഫാബ്രിക് വെച്ചിട്ട് ഇതേപോലെ 2 ബട്ടർഫ്ലൈയും സെയിം സൈസിലുള്ള 2 ബട്ടർഫ്ലൈയും അതേപോലെ അവർ നെറ്റിൻ്റെ ഷീറ്റ് വെച്ചിട്ട് 3 ബട്ടർഫ്ലൈയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡ് ഷീറ്റ് തിന്നായതുകൊണ്ട് തന്നെ 3 വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടിരിക്കുക. പിന്നെ അത് ഗ്ലൂ ചെയ്ത് 3 കൂടെ ഒട്ടിക്കുന്നില്ല. കാരണം അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഡിഫറെൻ്റായിട്ട് കാണുന്നത് ഒരു ഭംഗിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 2 ഓർഗൻസയുടെ ബട്ടർഫ്ലൈസ് ഇതേപോലെ കറക്റ്റായിട്ട് വരുന്നത് പോലെ വെക്കണം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു 3 പീസ് ഗോൾഡ് ബട്ടർഫ്ലൈസും വെക്കണം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം അത് ആ ഓർഗൻസ ബട്ടർഫ്ലൈയുടെ സെൻറ്ററിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അകവും പുറവുമുള്ള ഫാബ്രിക് ആണെങ്കിൽ അത് നോക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ചു. അതിന് മുകളിലേക്ക് നെറ്റിൻ്റെ കുഞ്ഞു ബട്ടർഫ്ലൈയും കൂടെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി അതിന് ശേഷം ആദ്യം റൈസ് ബീഡ്സ് ആയിരുന്നു ഇവിടെ വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ റൈസ് ബീഡ്സ് വെച്ചിട്ടൊരു ഭംഗി ഉണ്ടായിരുന്നില്ല, ഒട്ടും മാച്ചിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. റൈസ് ബീഡ്സ് വെച്ചിട്ട് ഒട്ടും മാച്ച് ആവുന്നില്ല. ഒരു പിങ്കിൻ്റെയും ഗോൾഡിൻ്റെയും കൂടെ ഈ ഒരു സ്റ്റോൺ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈയുടെ സെൻറ്ററിൽ വരുമ്പോൾ. അപ്പോൾ ഞാനിത് സാധാരണ പോലെ സൂചിയും നൂലും വെച്ചിട്ടാണ് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. പേസ്റ്റ് ചെയ്യാം, പക്ഷേ എത്ര നാൾ ഇത് ഇങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
ആ ഒരു സ്റ്റോൺ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ 1-2 യൂസ് കഴിയുമ്പോഴത്തേക്കും അടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനേലും നല്ലത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. ആ ഒരു സ്റ്റോൺ അവിടെ സെക്യൂറായിട്ട് ഇരിക്കുന്നത് പോലെ 2-3 തവണ മാത്രം സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ 2-3 സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം സാധാരണ പോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടിട്ടിട്ട് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ നൈലോൺ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് പിടിപ്പിക്കേണ്ട ഭാഗത്ത് രണ്ടിൽ ഏതെങ്കിലും ഭാഗത്ത് യൂസ് ചെയ്യാം. നല്ല ഭാഗം നോക്കുക കേട്ടോ, നല്ല ഭാഗം നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഇതിങ്ങനെ വെച്ചിട്ട് ചിലരിങ്ങനെ ഈ ഒരു മടക്ക് മുകളിൽ വരുന്ന പോലെ വെക്കാറുണ്ട്, താഴെ വരുന്ന പോലെ വെക്കാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നൈലോൺ ബാൻഡിലേക്ക് ഇത് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. സാധാരണ പോലെ 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ നൂല് പുറത്ത് കാണാത്ത രീതിയിൽ ആ സ്റ്റോണിൻ്റെ അടിയിൽ കൂടെയാണ് ഞാൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഒരു ബട്ടർഫ്ലൈ നൈലോൺ ബാൻഡിൽ ഒന്ന് അറ്റാച്ച് ആവുന്നത് വരെ 2-3 സ്റ്റിച്ച് മാത്രം മതിയാവും. ഇനി അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ കെട്ടിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസാണ്. ഒന്ന് സർക്കിളോ ഓവലോ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കവിടെ പേസ്റ്റ് ചെയ്തൊട്ടിക്കാം. ഇത് ഫെൽറ്റ് ശരിക്കും 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫാഷൻ ഫെൽറ്റാണ്, അതായത് ഇതിന് റേറ്റ് കൂടുതലാണ്, ഒട്ടും ഹാർഡല്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മടക്കുകയോ ചുരുക്കുകയോ ഒക്കെ ചെയ്യാം. സാധാരണ വില കുറഞ്ഞ ഫെൽറ്റ് എന്ന് പറയുന്നത് സ്കൂളിലെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് കൂടുതലും ബുക്ക് സ്റ്റോറിലോ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അതൊക്കെയാണ് അവൈലബിൾ ആവുന്നത്. ഇതുപോലെ കണ്ടോ, വെച്ചപ്പം തന്നെ ഇത് ഒട്ടി. അതായത് ഇതുപോലെ നല്ല ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാനും മടക്കാനും ചുരുട്ടാനും ഫ്ലവറൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫെൽറ്റാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന ഒരു ഹാർഡായിട്ടുള്ള ഫെൽറ്റല്ല നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ആ റേറ്റ് വെച്ചിട്ട് ഈ റേറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് അവരയച്ചു തന്നിട്ടുള്ള സോൾഡറിങ് അയൺ. ഒപ്പം നമുക്ക് ഇതേപോലെ ഒരു ബീഡ് പഞ്ചിങ് മെഷീൻ അവർ അയച്ചു തന്നിരുന്നു. ഇതേപോലെ ഓരോ ഷേപ്പിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബീഡ്സ് വരുന്ന രീതിക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയും. ഈ 2 മെഷീൻസും ഇതേപോലത്തെ പല ഷേപ്പിൽ ഫ്ലവേഴ്സിൻ്റെ, ബട്ടർഫ്ലൈയുടെയും സ്റ്റാറിൻ്റെ ഒക്കെ ഷേപ്പിൽ അവർ ഇതേപോലെ കട്ടിങ്സും വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതേപോലെ അവരുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ നോക്കുക. ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഐഡിയാസും അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഒപ്പം ഞാനും കുറച്ചൊക്കെ ഹെയർ ബാൻഡ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നൈലോൺ ബാൻഡ്സും അതേപോലത്തെ ഗ്ലിറ്റർ നെറ്റും അതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെയും ചെയ്യുക, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്